ഹലോ മച്ചന്മാരെ, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ ആൻഡ് ഇറ്റ്സ് മീ ഗെയിമിംഗ് വിത്ത് സച്ചു ഗൈസ്. അപ്പോൾ നമ്മളിന്ന് വന്നേക്കണമെന്ന് പറഞ്ഞാൽ രാവിലെ തന്നെ പട്ടീനെ ഒന്ന് ഉഷാറാക്കിയേക്കാന്ന് കരുതി കടലിലോട്ട് വന്നാണ് ഗൈസ്. നമുക്കൊന്ന് ഫ്രിസ്ബിയൊക്കെ എറിഞ്ഞ് പട്ടിയെ കണ്ടുപിടിച്ച് ഒന്ന് ട്രെയിനിങ് ഒക്കെ ചെയ്യാൻ കരുതി വന്നാണ് ഗൈസ്. അപ്പം നമുക്ക് അതിൽ ഇറങ്ങാം ഗൈസ്. അപ്പം നമ്മളതൊക്കെ ഒന്ന് എറിഞ്ഞു കൊടുത്തതൊക്കെ ആക്കാനായിട്ടാണ് ഗൈസ് ഇറങ്ങിയത്. അപ്പോൾ എന്താ വീഡിയോ ഇഷ്ടപ്പെടുന്നത് ജസ്റ്റ് ലൈക്ക് ഇടിക്കുക, ഒരു സബ് ഗൈസ്. നമുക്ക് നേരെ വെള്ളമൊക്കെ കിടക്കാം ഗൈസ്. അപ്പോൾ നമ്മൾ എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പോടാ ടിമ്മി, പോ ഓട്. അങ്ങനെ ടിമ്മി വെള്ളത്തിൻ്റെ മൂക്കാമണ്ട വരെ ചെന്നിട്ടുണ്ട് ഗൈസ്. ഇനി ആ ടിമ്മി എടുത്തിട്ടുണ്ട് ഗൈസ്. ഏതൊരു വേട്ടാവളേൻ്റെ മോൻ എന്നെ അവൻ ഇടിച്ചുകൊണ്ടിരിക്കുന്നത് ഗൈസ്. അവനെ അടിച്ച് താഴെ ഇട്ടിട്ടുണ്ട് ഗൈസ്. കാരണം പട്ടി ചെറുതായിട്ടൊന്ന് നക്കിയെന്നും പറഞ്ഞിട്ട് അവൻ നമ്മുടെ നെഞ്ചത്തോട്ട് കയറാൻ വന്നത് ഗൈസ്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോകാം ഗൈസ്. ലെറ്റ്സ് ഗോ ടു മൈ ഹൗസ്. അപ്പോൾ അവനവിടെ കിടന്ന് ചത്തോട്ടെ. ഇനി നമുക്കത് നമ്മുടെ വീട്ടിൽ പോകാം. പോലീസൊന്നും നമ്മളെ പിടിക്കില്ല ഗൈസ്. അപ്പോൾ നമ്മളവിടെ വീട്ടിലെത്തിയിട്ടുണ്ട് കേസ്. ഇനി നമുക്കൊന്ന് കിടന്ന് ഉറങ്ങണം കേസ്. ഏതായാലും നമുക്ക് ഇവിടെ നിന്ന് നിന്നിട്ട് പട്ടിയോടൊക്കെ വയ്യൊക്കെ പറഞ്ഞു പോയി കിടന്ന് ഉറങ്ങാം. അപ്പോൾ എടാ പട്ടി, ഞാൻ പൊക്കോട്ടെ? ഓക്കേടാ മുത്ത്, എന്നാ ഞാൻ കിടന്നുറങ്ങുക. ഓ എന്തോ വൃത്തികെട്ട സ്വപ്നമായിരുന്നു ഗൈസ്. ഇതെന്തുവാണ് ഗൈസ്? എൻ്റെ ടിമ്മി എന്തുവാണ് ഗൈസ് ഇങ്ങനെ ഇരിക്കുന്നേ? എൻ്റെ സ്വപ്നം ഒരുമാതിരി വൃത്തികെട്ട സ്വപ്നം, പിന്നെ ടിമ്മി ഇങ്ങനെ തന്നെ. എന്തുവാണ് ഇത്? സ്വപ്നം ഒരുമാതിരി സോംബിയുടെ സ്വപ്നം, പിന്നെ പട്ടി ഇങ്ങനെ ഗൈസ്. ഏതായാലും വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടാം ഗൈസ് നമുക്ക്. ഓ മൈ ഗോഡ്, ഇത് എന്തുവാണ് ഈ സംഭവം? എന്തോ നാട്ടിൽ സംഭവിച്ചിട്ടുണ്ട്. വല്ല എൻ്റെ പട്ടിക്ക് പേ പിടിച്ചോ ഗൈസ്? എനിക്കറിയില്ല. എൻ്റെ സ്വപ്നം തന്നെ എന്നെ പേടിപ്പിച്ചു. പിന്നെ ഏറ്റവും പട്ടിക്ക് എന്തോ പേ പിടിച്ചോളൂ. എന്തൊക്കെയോ സംഭവം ഗൈസ്. എനിക്ക് എന്താണെന്നറിയില്ല ഗൈസ്. എന്താണല്ലോ എൻ്റെ പട്ടി മരിക്കും ഗൈസ് ഉടനെ തന്നെ. ഓ ഗൈസ്, ഏതായാലും നമുക്ക് TV വെച്ച് നോക്കാം. ലോസ് ആൻഡോസ് സിറ്റിയിൽ സോംബി അറ്റാക്ക്. ഈ സോംബികളെ കാണുവാണെങ്കിൽ മനുഷ്യരെല്ലാവരും അനങ്ങാതെ നിൽക്കും. ഈ സോംബികളെ കണ്ടെങ്കിൽ വേഗം പോലീസിനെ അറിയിക്കുക, അല്ലെങ്കിൽ വീട്ടിൽ കയറി ഇരിക്കുക. എൻ്റെ സോംബിയറ്റൊക്കെ മാങ്ങിയ തേങ്ങയാന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും എൻ്റെ പട്ടി മരിച്ചു പോയി. ഞാൻ ഇതിനെ കൊണ്ട് കുഴിച്ചിട്ടു. എന്തോ സോംബിയറ്റൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മളിവിടെ എൻ്റെ താറ് കൊണ്ട് ഒളിപ്പിച്ചിടുവാണ് ഗൈസ്. കാരണം എനിക്ക് മാത്രം എൻ്റെ വീട്ടിൽ കയറിയാൽ മതി. എങ്ങാനും സോംബികൾ വന്ന് എൻ്റെ വീട്ടിൽ കയറി കഴിഞ്ഞാൽ എന്നെ പിടിച്ച് തിന്നും ഗൈസ്. അപ്പോൾ നമ്മളേതായാലും എൻ്റെ താറ് കൊണ്ട് വീട്ടിൽ ഇടുവാണ് ഗൈസ്. കാരണം സോംബികൾക്ക് പിന്നെ കയറാൻ പറ്റില്ല ഗൈസ്. എങ്ങാനും പൊട്ടിച്ച് കയറി വരുമെന്നാണ് ഗൈസ് എൻ്റെ പേടി. എനിക്കറിയില്ല ഗൈസ്. ഏതായാലും നമ്മളങ്ങനെ ഇട്ടിട്ടുണ്ട് ഗൈസ്. നമ്മുടെ താറ് എനിക്ക് ഒന്നാമത് പേടിച്ചിരിക്കുകയാണ് ഗൈസ്. പിന്നെ ഞാൻ ഭയങ്കര സെഡുമാണ്. എൻ്റെ പട്ടിയും മരിച്ചു ഗൈസ്. ടിമ്മിയുടെ ഒരു ബൈ പറഞ്ഞു. 2 hours later. ഏകദേശം ഒരു മാസമായി ഗൈസ്. നമ്മുടെ ഒന്ന് എയർപോർട്ടിൽ പോയി പ്ലെയിൻ പൊങ്ങുന്നൊക്കെ കണ്ടിട്ട് വരുന്ന എയർപോർട്ടിലോട്ട് ചെല്ലുവാണ് ഗൈസ്. അപ്പം നമുക്ക് ചെല്ലാം ഗൈസ് അങ്ങോട്ട്. ഇതെന്തുവാണ് ഗൈസ്? ഉറുമ്പിൻ്റെ കൂന പോലെ കുറേ ഉണ്ടല്ലോ. ഇതെന്തുവാണ് ഗൈസ്? ഓ മൈ ഗോഡ്, സോംബി അറ്റാക്ക് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല ഗൈസ്. ഓ മൈ ഗോഡ് ഗൈസ്, ഇവിടെ സോംബി നിറയെ പടന്നിരിക്കുകയാണ് ഗൈസ്. ഞാൻ എൻ്റെ താറിട്ട് വീട് മൂടിയതുകൊണ്ടാണ് ഗൈസ് സോംബിയാണൊന്നും അറിയായിരുന്നു. ഓ ഗൈസ്, ഒരു മാസമായിട്ടും സോംബി പോയിട്ടില്ല ഗൈസ്. ഏതായാലും നമുക്ക് താറെടുത്ത് പുറത്തോട്ട് വിടാൻ ഗൈസ്. അപ്പം ഇത്രയും പ്രശ്നമെന്ന് എനിക്ക് അറിഞ്ഞില്ല ഗൈസ്. സോംബി അപ്പോപ്ലിക്സ് ഇതുവരെയായിട്ടും മാറിയിട്ടില്ല ഗൈസ്. എന്ത് കഷ്ടമാണെന്ന് നോക്ക് ഗൈസ്. ലോകം നിറയെ സോംബി ആയിരിക്കുമോ ഗൈസ്? ഇത്ര പ്രശ്നമാണോ ഗൈസ്? ഏതായാലും നമുക്കൊരു ട്രിക്ക് തോന്നിയിട്ടുണ്ട് ഗൈസ്. നമ്മുടെ ഒരു കൂട്ടുകാരൻ്റെ അവിടെ ഒരു സംഭവമുണ്ട്. അവിടെ പോയി ഒരു സാധനം എടുക്കണം ഗൈസ്. ആ സാധനം എടുത്ത് വെച്ച് കഴിഞ്ഞെങ്കിൽ നമുക്ക് ഈ സോംബികളെ ഈസി ആയിട്ട് കൊല്ലാൻ പറ്റുമെന്നാണ് ഗൈസ് പറയുന്നത്. അപ്പം ഏതായാലും നമുക്ക് ആ സാധനം പോയി അവൻ്റെ കടയൊക്കെ ഒന്ന് കണ്ടിട്ട്, എന്തോ ഒരു സയൻറ്റിസ്റ്റ് കടയാണ് ഗൈസ്. അപ്പോൾ ഇതാണ് ആ കട. ഇവിടുന്ന് ഒരു സാധനം നമുക്ക് എടുക്കണം ഗൈസ്. അപ്പോൾ നമ്മുടെ ഫ്രാങ്ക്ലിൻ ഇവിടെ വന്ന് നിൽപ്പുണ്ട്. അപ്പോൾ ഈ കടയിൽ നിന്ന് ആ സാധനം അടിച്ചു മാറ്റി ഗൈസ്. അവനോട് മേടിച്ചിട്ട് വെക്കുവാണെങ്കിൽ മാത്രമേ ഈ സോംബികളെ നമുക്ക് കൊല്ലാൻ പറ്റത്തുള്ളൂ ഗൈസ്. അപ്പോൾ ഏതായാലും നമുക്ക് ആ ചുക്കണാൻ വേണ്ടി സാമാനം ഇങ്ങ് എടുത്തേക്കാം ഗൈസ്. അപ്പം ഇവിടെയാണ് ആ സാധനം ഉള്ളത്. അപ്പോൾ നമുക്ക് ഏതായാലും കടയ്ക്ക് അകത്തോട്ട് കയറാം ഗൈസ്. നമുക്ക് എന്നിട്ട് അത് എടുക്കാം ഗൈസ്. ഓ ഗൈസ്, അപ്പോൾ ഈ സാധനമാണ് ആ സാധനം. ഇതിനകത്തോടെ ആക്ടിവേറ്റ് ചെയ്യണം. അപ്പോൾ ഒരു കമ്പ് പോലത്തെ സാധനം നമ്മുടെ കയ്യിൽ ഉണ്ട് ഗൈസ്. കാറിൻ്റെ ഡിക്കിയിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സാധനം ഓട്ടോമാറ്റിക്കലി ഓപ്പറേറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ ഗൈസ്. അപ്പോൾ നമ്മൾ വണ്ടിയെ കൂടെ വിടുവാണ് ഗൈസ്. ഏതായാലും നമ്മൾ വണ്ടിയെ കൂടെ വിട്ടുകൊണ്ടിരിക്കുവാണെങ്കിൽ നമുക്ക് കുറച്ച് മിഷനുകൾ തന്നിട്ടുണ്ട് ഗൈസ്. തേടി തീർക്കണം, അത് ചെയ്യാം. ഓ ഗൈസ്, ഇതാണ് നമ്മുടെ ഫസ്റ്റ് മിഷൻ. ഇങ്ങനത്തെ സ്ഥലത്തൂടെ കറങ്ങി അടിച്ച് പോയെങ്കിൽ മാത്രമേ ആ വീടിൻ്റെ മണ്ടയ്ക്ക് ചെന്നിട്ട് നമ്മുടെ കൈ കിട്ടിക്കുന്ന സാധനം ഫിക്സ് ചെയ്ത് വെച്ചിട്ട് അതുമായിട്ട് പോയിട്ട് സോംബികളെ നമുക്ക് കൊല്ലാൻ പറ്റത്തുള്ളൂ. ആ സാധനം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സോംബിയെ കൊല്ലാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതുകൂടെ ഈ മിഷനുകൾ കഴിഞ്ഞിട്ട് പോയെങ്കിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ മിഷനുകൾ കഴിയുമ്പോൾ ഒരു വീടിൻ്റെ മണ്ടയ്ക്ക് നമ്മൾ ചെല്ലും. അവിടെ നിന്നാണ് ഗൈസ് നമുക്ക് സോംബികളെ കൊല്ലാൻ തുടങ്ങേണ്ടത്. ലെറ്റ്സ് ഗോ ഗൈസ്. ഓ ഗൈസ്, അങ്ങനെ പകുതി മിഷനും കംപ്ലീറ്റ് ആക്കിയത് ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ സാധനത്തിൻ്റെ മണ്ടയ്ക്കൂടെ നമ്മൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഓ ഗൈസ്, ഓ ഗൈസ്, നൈസായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇറങ്ങാം ഗൈസ്. ഓ ഗൈസ്, നമ്മൾ നൈസായിട്ടൊന്ന് താഴോട്ട് വീണ് ഗൈസ്. അപ്പോൾ ഈ സോംബി പണ്ടാരാ പോടാ
നമ്മൾ താഴെ ഇട്ടിട്ടുണ്ട് കേസ്. അപ്പോൾ ഏതായാലും നമുക്ക് ഇതിലെ കൂടെ ഇനി കയറാം കേസ്. ഓ കേസ് നമ്മൾ കയറുന്നുണ്ട്, സീനില്ലെന്ന് തോന്നണു കേസ്. അപ്പോൾ നമുക്ക് കൂടെ ഇറങ്ങി ഇങ്ങനെ ഓടിക്കുമാണ്, പോകരുത്. ഓ കേസ് പോയിട്ടില്ല. അപ്പോൾ ഏതായാലും നമുക്ക് ഇങ്ങോട്ട് ചാടാം കേസ്. ഓ മൈ ഗോഡ്, നമ്മളങ്ങനെ സ്ഥലത്തെത്തി ഗൈസ്. ലെറ്റ്സ് ഗോ. Oh shit. Here we go again. ഫ്രാങ്ക്ലിൻ്റെ കാല് കണക്കിട്ട് നമ്മുടെ എന്തുവാണ് സെറ്റായിട്ടുണ്ട് കേസ്. നമ്മുടെ സിറ്റിക്കടിയിൽ പോയിരിക്കുമായിരുന്നു കേസ്. അങ്ങനെ നമ്മളെ സാധനം നമ്മുടെ കയ്യിലുണ്ട് കേസ്. ഇതുകൊണ്ടാണ് നമുക്ക് സോംബികളെ കൊല്ലേണ്ടത്. ലെറ്റ്സ് ഗോ. ഓ കേസ്, അപ്പോൾ നമ്മൾ താറയിലോട്ട് കയറാൻ പോകുന്നു കേസ്. ഇത് താറാണെന്ന് എനിക്ക് ഉറപ്പൊന്നുമില്ല കേസ്. നിങ്ങൾക്ക് അറിയാമെങ്കിൽ പറയുക കേസ്. അപ്പോൾ നമുക്ക് യുദ്ധക്കറി അങ്ങോട്ട് വിടണം കേസ്. ഇന്ന് നമുക്ക് പണി ആരംഭിക്കാം. ഓ കേസ്, നമ്മൾ സാമാനമൊക്കെ പിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേസ്. നിറച്ച് സോമ്പുകൾ അടിയിൽ വന്നിട്ട് ഇങ്ങനെ ഐസ് പോലെ നിൽപ്പുണ്ട് കേസ്. കാരണം നിങ്ങൾ അനങ്ങാൻ പറ്റില്ല. അപ്പോൾ ഇതുങ്ങൾ നമുക്ക് കൊല്ലണം കേസ്. ഒരുത്തനെ മാത്രമേ ജീവനുള്ളൂ. അപ്പോൾ അവനെ നമുക്ക് തീർക്കാം കേസ്. ലെറ്റ്സ് ഗോ. വെട്ടിക്കോളാം അവനെ. പുഷ്കിയാണ് അവനെ വെട്ടിക്കൊന്നിട്ടുണ്ട് ഗൈസ്. ലെറ്റ്സ് ഗോ. ഇനി നമുക്ക് അവന്മാരെ കൂടെ കൊള്ളാം. ഇവന്മാരിങ്ങനെ സ്റ്റക്കായി നിൽക്കും ഗൈസ്. അത് നേരത്തെ തന്നെ അറിഞ്ഞായിരുന്നില്ല. നമ്മുടെ ആൾക്കാരെ ഇവന്മാരിങ്ങനെ സ്റ്റക്കാക്കി നിർത്തുന്നു ന്യൂസിൽ പറഞ്ഞായിരുന്നു ഗൈസ്. നമുക്ക് വേഗം പോവാം. നമ്മളപ്പോൾ ഇതെന്തുകൊണ്ട് സംഭവം? ഓ മൈ ഗോഡ് ഗൈസ്, പുറകിൽ സോംബി